ഗൈസ് വി ആർ ഗോയിങ് ടു കൂർഗ്. ഹലോ ഗൈസ്, ഇവിടെ തുടങ്ങാണ് കൂർഗ് പോയ കഥ. തളിപ്പുറം നിന്ന് കൂർഗിലേക്ക് യാത്ര പുറപ്പെട്ട നമ്മൾ ഇരുട്ടി എത്തുന്നതിന് മുന്നേ ഒരു ചായക്കട കണ്ട് ആടുന്ന ഒരു ചായയും കുടിച്ച് ആടെ കുറേ സമയം കഥയും പറഞ്ഞിരുന്നു. 2000 രൂപയ്ക്ക് വെണ്ണടിക്കുന്നുണ്ട്. ഓക്കെ, ഏകദേശം 4 മണിയോടുകൂടി ഇരുട്ടിന്ന് വിട്ട് നമ്മൾ 6 മണി 6:30 ആകുമ്പോഴത്തേക്ക് മടിക്കേരിക്ക് അടുത്തെത്താനായിട്ടുണ്ടായിന്. കാറിലിരുന്ന് അടുത്ത് നമ്മൾ കുറച്ച് സമയം ചില്ല് ചെയ്യാന്ന് വെച്ചിട്ട് അവിടുത്തെ ക്ലൈമറ്റ് കണ്ട് അവിടെ ഇറങ്ങി കുറച്ച് സമയം അവിടെ നിന്ന് ചില്ല് ചെയ്തു. അടിപൊളി ക്ലൈമറ്റ്. അവിടെ ക്ലൈമറ്റിനെ പറ്റി എന്താ പറയല്ലേ? സെക്രട്ടറി മെയിനാന്നുണ്ടോ? മറ്റേ സെക്രട്ടറിന്റെ അടുപ്പിലുണ്ട്, പക്ഷേ എല്ലാ അടുപ്പുണ്ട്, തേങ്ങയുണ്ട്. സച്ചിൻ ഭായ് ബിഹാരി. ബിഹാരി സച്ചിൻ ഭായ്. बिहारी इल्ला ट्रांसफॉर्म हो गया केरला है ना. हाँ, कैसे കൂർഗ് ക്ലൈമറ്റ്? अच्छा है. മലയാളത്തിൽ എന്തെങ്കിലും പറഞ്ഞേ? മലയാളം അടിപൊളി. കൊള്ളാം ഗൈസ്. വിസിറ്റ് ഗൈസ്. വി ഡോണ്ട് നോ വേർ വി ആർ ബട്ട് വി ആർ ഹാപ്പി ടു ബി ഹിയർ. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ മടിക്കേരി ടൗണിൽ എത്തിയിട്ടുണ്ടായിന്. കൂർഗിലെ സൂര്യോദയം കാണാൻ ഇറങ്ങിത്തിരിച്ച നമുക്ക് ലേറ്റ് ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു അടിപൊളി സ്ഥലത്ത് നമ്മൾ വണ്ടി നിർത്തി നമ്മൾ അവിടെ കുറച്ച് ഫോട്ടോ സെഷനും കാര്യങ്ങളെല്ലാം ആയിട്ട് മുന്നോട്ട് പോയി. ആക്ച്വലി ആ സമയമാണോ ആ സ്ഥലമാണോ അതോ എൻ്റെ കൂടെ ഉള്ള ആൾക്കാരാണോ ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. ഇടക്കിടക്ക് ഇങ്ങനെ ട്രിപ്പിലും പോവാ, സൂര്യനെ കാണാ, തണുപ്പുള്ള ക്യാപ്പ് കൊള്ളാല്ലേ. ദിസ് ലുക്സ് സോ ഗുഡ് അല്ലെ സച്ചിൻ ഭായ്? ക്യാബ് രസില്ലേ? അച്ചാരാ കൊള്ളാം. സ്ഥലം എങ്ങനെയുണ്ട്? സ്ഥലം അടിപൊളി. എന്റെ വ്ളോഗിങ്ങിനെ പറ്റി എന്താ അഭിപ്രായം? വ്ളോഗിങ് നല്ലത്. എന്തെങ്കിലും മോശമുണ്ടോ? മോശമില്ല. എവറിത്തിങ് ഈസ് ഗുഡ്. എന്താ പറയാനുള്ളേ എല്ലാരോടും? ടിപ്പ് ഹൗ ടു സ്റ്റേ കാം. Stay calm, just keep breathing. Just keep breathing. Yeah. बस सांस लेते. That's it. That's life. Thank you. ഇതാണ് അക്ഷയ് വള്ളി. ബിഗ് 7 സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വെറും 7 സബ്സ്ക്രൈബേഴ്സ്. യൂട്യൂബിൽ 7 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വലിയ വ്ളോഗറാണ് ഞാൻ. 7 സബ്സ്ക്രൈബേഴ്സ് വരും. 7 മതി, കൂടുതലൊന്നും വേണ്ട, 7 മതി, അത്രയുള്ളൂ. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അതുകൊണ്ടാണ് ഇറങ്ങാനേ, അല്ലെങ്കിൽ ഇറങ്ങാൻ. മടിക്കേരിയിൽ നിന്ന് കൂർഗിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ നല്ല ചില്ല് ചെയ്തിട്ടാണ് പോകുന്നുണ്ടായത്. പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് നേച്ചറെ എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നുണ്ടായത്. ആക്ച്വലി സ്കോട്ട്ലാൻഡ് ഓഫ് ഇന്ത്യ എന്ന് കൂർഗിനെ വിളിക്കുന്നത് വെറുതെ അല്ല. കുറച്ചുകൂടി ട്രാവൽ ചെയ്തതിനു ശേഷം നമുക്കൊരു ചായ കുടിക്കണം എന്ന് തോന്നിയിട്ട് നമ്മളൊരു ചായക്കടയിലങ്ങ് കയറി. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ മാട്ട ചായയല്ല, അവിടുത്തെ ചായക്ക് തന്നെ ഒരു ക്വാളിറ്റി ഉണ്ട്. അടിപൊളി ചായ. ഉടുപ്പി റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ വന്നിട്ടില്ലേ. വെജ് റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് നന്ദിയാണ്. എന്താ ചിരിക്കുന്നത്? വ്ളോഗ് എടുക്കുമ്പോൾ ചിരിക്കലടാ, പറയലേ ഇത്. എന്താ പറയുന്നത്? കന്നഡ അറിയാതിൽ ചെറിയ പ്രശ്നം ഉണ്ടായി. ലേശം ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ. സച്ചിൻ ഭായ് ഭക്ഷണം വേണം. വിശക്കുന്നു. ഓന് എന്താ അറിയാത്ത കന്നഡയാ? കന്നഡയല്ല, കന്നഡ. കന്നഡ വെച്ചാൽ കണ്ണിന് വെക്കുന്ന ബ്രോ, കന്നഡ. റൈസ് പത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം റൈസ് പത്തലാണ്. പത്തലിൽ നിന്ന് എന്തോ സാധനം അരിപ്പത്തലാന്ന് വെച്ചിട്ട് ഓർഡർ ചെയ്ത് അപ്പോഴത്തേക്ക് ചോറ്, തക്കാളി ചോറ്. ഏതാ സാധനം? ആദ്യം കയറിയ ഷോപ്പിൽ കഴിക്കാൻ ഭക്ഷണമൊന്നും റെഡി ആകാത്തതുകൊണ്ട് രണ്ടാമത് പിന്നെ ഉടുപ്പി റെസ്റ്റോറൻറ്റ് കയറിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. അത് കഴിഞ്ഞ് നമ്മൾ ഗോൾഡൻ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് എത്തി. അവിടുത്തെ പാർക്കിങ്ങിൽ നല്ല അടിപൊളി കടലാസ് പൂക്കൾ ഉണ്ടായിന്. അവിടുന്ന് ഫോട്ടോ സെഷനും കഴിഞ്ഞ ശേഷമാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായത്. നമ്മളിപ്പോൾ നടന്ന് പോകുന്നു. നമ്മൾ പോകുന്നതൊക്കെ കുറേ മോങ്സിനെല്ലാം കാണുന്നുണ്ട്. നല്ല ഒരു പീസ്ഫുൾ സ്ഥലമല്ലേ? നല്ല പീസ്, ക്ലീൻ, ഭയങ്കര ക്ലീൻ സ്ഥലം, നല്ല വെൽ മെയിൻറ്റെയിൻഡ്. ഇവിടെ തന്നെ ഒരു സ്കൂൾസും അവരെ തന്നെ ഹോസ്പിറ്റൽസ് എല്ലാം ഇവിടെ ഉണ്ട്. മീൻ പ്രത്യേകിച്ച് പറഞ്ഞാൽ ക്ലീൻ സ്ഥലം, ഭയങ്കര ക്ലീൻ സ്ഥലം. ഗായ്സ്, ദിസ് ഈസ് ദ വേ. ഇവർ നിൽക്കുന്ന സ്ഥലം കാണാന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ സെറ്റപ്പാണിത്. നമ്മൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടൊക്കെയാണ്. ടെമ്പിൾ ഉള്ളിലാണെന്നാണ് പറയുന്നത്. നമ്മൾ വിചാരിച്ച് ഇതായിരിക്കും ടെമ്പിൾ. അപ്പോൾ ഇതല്ല, ഇതിൻ്റെ ഉള്ളിൽ പോകണം. നമ്മളിപ്പോൾ കയറി ചെല്ലുന്ന സ്ഥലമാണ് ഗോൾഡൻ ടെമ്പിൾ. ഇതിനെ നംറോളിക് മൊണാസ്ട്രി എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. കൂർഗിനടുത്തിട്ടില്ലേ ബൈലക്കുപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നംറോളിക് മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്.
1963 പേമെ നോർബു റിംപോച്ചയാണ് ഈ മഠം സ്ഥാപിച്ചത്. ഇവിടുത്തെ എല്ലാ വർക്കും ചെയ്യുന്നതും ഈ മോങ്സ് തന്നെയാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ടിബറ്റൻ ശൈലിയിലുള്ള കുറേ നിർമ്മിതികളും കുറേ പെയിൻറ്റിങ്സും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൂടെ കടക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് നമുക്കതിൻ്റെ ഏറ്റവും അടുത്ത് പോകാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. നമുക്കവിടെ 3 സ്വർണ്ണ പ്രതിമകൾ കാണാൻ പറ്റും. ബുദ്ധൻ, അമിതായുസ്, പത്മസംഭവ എന്നിവരെയൊക്കെയാണിത്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് മൊത്തം ഈ കുഞ്ഞിനെയാണ്. ഭയങ്കര രസമായിരുന്നു എൻ്റെ കളി കാണാൻ. അങ്ങനെ അവിടുത്തെ വെൽ മെയിൻറ്റൈൻഡ് ഗാർഡനും സ്ഥലങ്ങളും ചുറ്റുപാടുകളൊക്കെ ഒന്ന് കണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ നേരെ വിട്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം മൊണാസ്ട്രി പോയിട്ട് വിശന്ന് ഇപ്പോൾ 2ാമത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടില്ലേ. എൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ എന്താ പറയുക, എൻ്റെ പേര് നൈവേദ്യം ഗ്രാൻഡാ. അത് 4 സെറ്റ് പൂരി ബാക്കി. അവിടുന്ന് ഫുഡും കഴിച്ച് നമ്മൾ നേരെ പോയത് നിസർഗധാമയിലെ ഷോപ്പിംഗ് വില്ലേജിലേക്കാണ്. വി ആർ അറ്റ് ദ ഷോപ്പിംഗ് വില്ലേജ് ഓഫ് നിസർഗധാമ എന്നൊക്കെ പറയുന്ന സ്ഥലം. ആക്ച്വലി ശരിക്കും നല്ല സോഷ്യൽ ആൻസൈറ്റി ഉണ്ട്. പിന്നെ എല്ലാ കർണാടകക്കാരാണ്, മലയാളം അറിയില്ലല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. നമുക്ക് പോയി നോക്കാം. എന്തെല്ലോ പാലെല്ലാം കാണുന്നുണ്ട്. സംഭവമല്ലേ ശരി തന്നെ, പക്ഷെ ചളി നാറിയിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. എജ്ജാതി നാറ്റം. ഇപ്പൊ കിട്ടുന്ന കാണാനില്ല മുള കാണാൻ നമ്മൾ വന്നിന് 60 ഉറുപ്പ്യ കൊടുത്തിട്ട് മുള കാണാനാന്ന്. നമ്മൾ എന്തിനു പാർക്കിൽ വന്നു? എനിക്ക് നടക്കാൻ വന്നു. ഫുഡ് കഴിക്കാൻ വന്നു. കഴിച്ച ഫുഡ് ദഹിക്കാൻ വേണ്ടി നടക്കാൻ വന്നു. ലാസ്റ്റ് വി ആർ അറ്റ് എ ഗുഡ് പ്ലേസ് അറ്റ് നിസാദുർഗിയ. എന്ത് പുല്ലിന്റെ സ്ഥലത്തിന്റെ പേര്. ആ സ്ഥലത്ത് നമ്മളുണ്ട്. നമ്മൾക്ക് ആദ്യം നിസർഗധാമ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മൾ നടന്നെത്തിയത് ഒരു അടിപൊളി സ്ഥലത്താണ്. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി അങ്ങ് ഉള്ളോട്ടേക്ക് പോയിട്ടുണ്ടായിന്. അവിടെയായിരുന്നു ഏറ്റവും അടിപൊളി സ്ഥലങ്ങൾ കാണാനുണ്ടായത്. അധികം ആൾക്കാർ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുന്ന സ്ഥലങ്ങളായിരുന്നു അങ്ങോട്ടുള്ളത്. പക്ഷേ കാണാൻ എന്ത് ഭംഗിയാണെന്നും അവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന സമാധാനവും എക്സ്ട്രീമായിരുന്നു. ഒരു പ്രശ്നവും ഇല്ലാണ്ട് കുറേ സമയം നമ്മളവിടെ ചിലവഴിച്ചിട്ടുണ്ടായിന്. ആരുടെയും ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു ഒച്ചപ്പാടും ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് നേച്ചർ ആൻഡ് അസ്. സച്ചിൻ ഭായിയുടെ മെഡിറ്റേഷനും ഫോട്ടോ സെഷനും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആ സ്ഥലം നന്നായിട്ട് എൻജോയ് ചെയ്ത് 1-2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് നിസർഗധാമയിലെ ഷോപ്പിംഗ് വില്ലേജിലെ ഷോപ്പുകൾ. ഇത് സച്ചിൻ ഭായിക്ക് ഒറിജിനൽ ഡാർക്ക് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. ഒറിജിനൽ പോയിട്ട് ഡാർക്കിൻ്റെ പകുതി ഡ്യൂപ്പ് പോലും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. നമ്മള് എന്തോ ആ സ്ഥലത്തേ ഇല്ലേ എന്നാ സംഭവം എന്തെങ്കിലും ചോദിച്ചാല് ഒരു കെട്ടിക്കിടക്കുന്ന വെള്ളം ഡാം പോലത്തെ ഒരു സെറ്റപ്പ് റിസർവോയർ. ക്യൂട്ട് പശുക്കുട്ടികളെ കണ്ടിട്ടുണ്ട്. ക്യൂട്ട് ഗൈസ്, നമ്മളിവിടെ 2 പശുക്കുട്ടികളെ കണ്ടിട്ടുണ്ട്. നമ്മൾ പശുക്കുട്ടീൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകാതെ അത് വി ആർ ഗോയിങ് ടു ആ പശുക്കുട്ടീൻ്റെയും ആ നിൽക്കുന്ന പശുക്കുട്ടീൻ്റെയും ഫോട്ടോ എടുക്കണം. ഒരു പശുക്കുട്ടി കുത്താൻ വന്നുകൊണ്ട് ഒരു പശുക്കുട്ടീനെ മാത്രം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടു. ഹായ്, ഒരു ഹായ് പറയോ. ദിസ് ഈസ് രാജാ സീറ്റ് ഗാർഡൻ വ്യൂ പോയിന്റ്. ഇത് തിരിച്ചു വരുമ്പോൾ മടിക്കേരി ടൗണിൻ്റെ അടുത്ത് കണ്ട ഒരു വ്യൂ പോയിൻ്റാണ്. കുറേ പൂക്കളും ചെടികളും സിപ്പ് ലൈനും സൺസെറ്റ് വ്യൂ പോയിൻ്റ് എല്ലാം ആയിട്ടില്ലേ ഒരു അടിപൊളി സ്ഥലമായിരുന്നു. ഫാമിലിക്കൊക്കെ പറ്റിയൊരു സ്ഥലമായിരുന്നു ശരിക്കും രാജാ സീറ്റ് വ്യൂ പോയിന്റ്. കൂർഗ് പോകുന്നുണ്ടെങ്കിൽ മടിക്കേരി ഇതും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഉപ്പിലിട്ട പൈനാപ്പിളും മാങ്ങയിലും കഴിച്ച് നമ്മൾ മടിക്കേരി ടൗണിനോടും കൂർഗിനോടും യാത്ര പറഞ്ഞു. മടിക്കേരി വഴി ചുരം ഇറങ്ങി നമ്മൾ നാട്ടിലേക്ക് പോകുന്നു. ബൈ ഗൈസ്, ബൈ കൂർഗ്. See you in the next vlog, guys. Bye guys. Keep it up.